ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം 21 അധ്യായമാണല്ലോ. 21 അധ്യായത്തിൽ ഇസഹാക്കിൻ്റെ ജനനത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ വാഗ്ദാനമനുസരിച്ച് സാറ അനുഗ്രഹിക്കപ്പെട്ടു. വൃദ്ധനായ അബ്രാഹാമിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ അബ്രാഹാമിൻ്റെ ഭവനത്തിൽ വന്ന ആ 3 വിരുന്നുകാരിൽ അന്ന് ദൈവം അവിടെ വെച്ച് അബ്രാഹാമിനോട് പറഞ്ഞ പ്രകാരം 1 വർഷം കഴിഞ്ഞപ്പോൾ ഇസഹാക്കിനെ അവിടെ പ്രസവിക്കുകയാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് അവരുടെ രീതി അനുസരിച്ച് 8-ാം ദിവസം കുഞ്ഞിനെ കൊണ്ടുവന്ന് പരിച്ഛേദന നടത്തി. 17-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, യഹോവയായ ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, ഞാൻ നീയുമായുള്ള ഇസ്രായേലുമായുള്ള ഉഭയസമ്മതത്തിൻ്റെ ഉടമ്പടിയുടെ അടയാളമായി എല്ലാ പുരുഷ പ്രജയും പരിച്ഛേദന ഏൽക്കണം. ആ പരിച്ഛേദന ഏറ്റപ്പോൾ ആ നിയമം കൊടുത്തപ്പോൾ അബ്രാഹാമിന് 99 വയസ്സും ഇസ്മായേലിന് 13 വയസ്സുമായിരുന്നു പ്രായം. അന്ന് ഇസഹാക്ക് ജനിച്ചിട്ടില്ല. അബ്രഹാം 99-ാമത്തെ വയസ്സിലും ഇസ്മായേൽ 13-ാം വയസ്സിലും സ്വീകരിച്ച പരിച്ഛേദന ഇന്ന് 8-ാമത്തെ ദിവസം ഇസഹാക്ക് സ്വീകരിക്കുന്നു. കാരണം പരിച്ഛേദന എന്ന നിയമം നിലനിൽക്കുന്നവരിൽ നിന്ന് ജനിച്ച കുഞ്ഞായതുകൊണ്ടാണ് 8-ാം ദിവസം അങ്ങനെ പരിച്ഛേദന കൊടുത്ത്. നമ്മുടെ കർത്താവിനും 8-ാം ദിവസം പരിച്ഛേദന കൊടുത്തത് അതുകൊണ്ടാണല്ലോ. സാറ പറഞ്ഞു, ആളുകളൊക്കെ എന്നെ ഓർത്ത് ഇത് ചിരിക്കുകയുള്ള സന്തോഷം കൊണ്ട് ഞാൻ ഈ വാർദ്ധക്യത്തിൽ എനിക്കൊരു കുഞ്ഞിനെ മുല കുടിപ്പിക്കാൻ സാധിക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. ദൈവം എനിക്ക് അവസരം തന്നു. ആ കുടുംബം ഏറെ സന്തോഷമുള്ളതായി തീർന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇസഹാക്ക് വളർന്നു വന്നു. ഇസ്മായിലിനോട് ചേർന്ന് കളിക്കുന്നത് സാറ കണ്ടു. അത് സാറയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിച്ചേക്കാം അതിനെന്താണ് തെറ്റ്, 2 കുട്ടികൾ തമ്മിൽ കളിക്കുന്നതിൽ. പക്ഷേ സാറയെ സംബന്ധിച്ചിടത്തോളം അക്കാലങ്ങളിൽ നമുക്കറിയാം, അടിമകളെ പോലെയാണ് ദാസ്യദാസന്മാർ. അപ്പം അവർ തൻ്റെ ഭവനത്തിൽ പാർക്കുന്നു. തനിക്കൊരു കുഞ്ഞ് ജനിച്ചു. അവനോടൊപ്പം അവകാശിയാകുന്നതിൽ സാറയ്ക്ക് ബുദ്ധിമുട്ട് തോന്നി. സാറ അത് അബ്രാഹാമിനോട് പറഞ്ഞു, ഇസ്മായിലിനെ ഹാഗാറിനെ ഇവിടെ നിന്ന് പുറത്താക്കണം. അബ്രാഹാമിന് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം താനൊരു അപ്പനാണ്, തൻ്റെ രക്തത്തിൽ നിന്ന് പിറന്നവനാണ് ഇസ്മായിലിന്. അവനെ പുറത്താക്കുക എന്നുള്ളത് അബ്രാഹാമിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അബ്രാഹാം അവിടെ വിസമ്മതം പറഞ്ഞു. പക്ഷേ യഹോവയായ ദൈവം അബ്രാഹാമിനോട് ആവശ്യപ്പെടുന്നു, സാറ പറഞ്ഞതുപോലെ നീ ചെയ്യണം. കാരണം ഇസഹാക്കാണ് വാഗ്ദത്ത സന്തതി. അവനൊരിക്കലും ഇസ്മായിലിന് ഇത് തുല്യനായിട്ടുള്ളവനല്ല. അതുകൊണ്ട് നീ അവനെ പുറത്താക്കാൻ പറഞ്ഞു. യഹോവയായ ദൈവം പറഞ്ഞതുകൊണ്ടായിരിക്കാം അബ്രഹാമിന് സമാധാനമുണ്ടായി. അദ്ദേഹം ഹാഗാറിനെയും കുഞ്ഞിനെയും ഒരു മരുഭൂമിയിൽ, ഒരു തുരുത്തിയിൽ വെള്ളവും കുറച്ച് ഭക്ഷണവുമായി ഒരു മരുഭൂമിയിൽ കൊണ്ടുവന്ന് വിടുന്നത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായൊരു അനുഭവമാണത്. കാരണം ദൈവത്തിൻ്റെ കൽപ്പന കൂടാതെ തന്നെ സാറയുടെ നിർബന്ധപ്രകാരം തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തതായ ഒരു പ്രശ്നമാണല്ലോ ഇത്. അതുകൊണ്ട് അതിൻ്റെ വേദന അബ്രഹാം അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അദ്ദേഹം അങ്ങനെ അവരെ പുറത്താക്കുന്നു. പിന്നീട് സംഭവിച്ച് നമ്മൾ കാണുന്നുണ്ട്. മരുഭൂമിയിൽ ചെന്ന് ഭക്ഷണമില്ല, വെള്ളമില്ല. ആ കുഞ്ഞിൻ്റെ മരണം ആസന്നമായിരിക്കുന്നു. അമ്മയും മരിക്കും. ആ സന്ദർഭത്തിൽ ഹാഗാർ ഹൃദയവേദനയോടെ ദൈവസന്നിധിയിൽ അവിടെ ഇത് നിലവിളിക്കുന്നതായി നമ്മൾ കാണുന്നു. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഹാഗാറിനെ ആശ്വസിപ്പിക്കുന്നു. നീ വിഷമിക്കേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. ആരും സഹായത്തിനില്ലാത്ത ആ സന്ദർഭങ്ങളിൽ കരച്ചിൽ കേൾക്കാൻ സാധിക്കുന്നവൻ നമ്മുടെ ദൈവം മാത്രമാണ്. നീ എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക, അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. അപ്പോൾ ഹാഗാർ തൻ്റെ കണ്ണു തുറന്നു. അവൾ ഇതാ
തൻ്റെ മുന്നിൽ ഒരു നീരുറവ ഒഴുകുന്നതായി കാണുന്നു. ഹാഗാർ അവിടെ ചെല്ലുന്ന സമയത്ത് ആ നീരുറവ അവിടെയില്ല. എന്നാൽ ദൈവം അത്ഭുതകരമായി ആ മരുഭൂമിയിൽ നീരുറവയെ ഒഴുക്കുവാൻ സാധിക്കുന്നവൻ നമ്മുടെ ദൈവം മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവൻ സർവശക്തനായ ദൈവം മാത്രമാണ്. മനുഷ്യന് ഉള്ളതുകൊണ്ട് മറ്റു ചിലത് സൃഷ്ടിക്കാൻ സാധിച്ചേക്കാം, ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ച്. എന്നാൽ മരുഭൂ അവസ്ഥയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവൻ ദൈവം മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമുക്ക് മരുഭൂമിയുടെ അവസ്ഥകളുണ്ടാകാം, സമൃദ്ധിയുടെ അവസ്ഥയുണ്ടാകാം. സന്തോഷത്തിൽ മരുഭൂമിയുണ്ട്, അതാണ് ദുഃഖം. സമാധാനത്തിൽ മരുഭൂമിയുണ്ട്, അതാണ് അസമാധാനം. ആരോഗ്യത്തിൽ മരുഭൂമിയുണ്ട്, അതാണ് രോഗം. ജ്ഞാനത്തിൽ മരുഭൂമിയുണ്ട്, അതാണ് അജ്ഞത. സൗന്ദര്യത്തിൽ മരുഭൂമിയുണ്ട്, അതാണ് വിരൂപത. എല്ലാ തലങ്ങളിലും നമുക്ക് മരുഭൂമിയുടെ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ആ മരുഭൂ അവസ്ഥയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവൻ, അനുഗ്രഹിക്കുവാൻ സാധിക്കുന്നവൻ സർവശക്തനായ ദൈവം മാത്രമാണ്. ആ ദൈവമാണെന്ന് ഹാഗാറിനോട് ഇവിടെ ഇടപെട്ടിരിക്കുന്നത്. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ധാരാളം സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. യഹോവയായ ദൈവം അബ്രാഹാമിനെ വിളിച്ചത് മരുഭൂമിയായി ഇറങ്ങി വരാനാണ് ദൈവം ആവശ്യപ്പെട്ടത്. അതായത് അവൻ്റെ പിതൃഭവനം, ചാർച്ചക്കാര്, അവനുള്ളതെല്ലാം വിട്ടേച്ചു വരിക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സംരക്ഷണവും സുരക്ഷിതത്വമൊക്കെ നൽകുന്നതാണല്ലോ കുടുംബവും ചാർച്ചക്കാരും ബന്ധുജനങ്ങളും. അതൊക്കെ വിട്ട് അബ്രഹാം ഒരു മരുഭൂമിയായി ഇറങ്ങി വന്നു. ആ മരുഭൂമിയായി ഇറങ്ങി വന്ന അബ്രഹാമിനെയാണ് ദൈവം ഇതുവരെയും വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും സമ്പത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. വേദപുസ്തകം മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിലും അവനൊരു സ്വർഗീയ ദർശനം കണ്ടത്. അവിടെ ലൂസ് എന്ന് പറയുന്നതായ പട്ടണത്തിൽ കല്ല് തലണിയായി വെച്ച അന്ധകാരത്തിൽ ആ മരുഭൂമിയുടെ അവസ്ഥയിലാണ് സ്വർഗം തുറക്കപ്പെട്ടതും മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതൊക്കെ യാക്കോബിനെ കാണാൻ പറ്റിയതും ആ ദൈവിക ശബ്ദം കേട്ടതൊക്കെയും അല്ലെങ്കിൽ ആ വലിയ ദർശനം കാണാൻ സാധിച്ചതും മരുഭൂമിയുടെ അവസ്ഥയിൽ തന്നെയാണ്. യോബിൻ്റെ ജീവിതത്തിലും ജീവിതത്തിൻ്റെ ഏറ്റവും മരുഭൂ അവസ്ഥയിലാണ് ദൈവികമായ ദൈവത്തെ ആ ദൈവികമായ ശബ്ദം കേൾക്കുവാൻ യോബിനും സാധിച്ചിട്ടുള്ളത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചപ്പോഴും അവർ വലയും വള്ളവും അപ്പനെയൊക്കെ ഉപേക്ഷിച്ച് മരുഭൂമിയായിട്ടാണ് അവൻ ഇറങ്ങി വന്നത്. കാനാവിലെ കല്യാണ ഭവനത്തിൽ, ആ ഭവനത്തിൽ മരുഭൂമിയുടെ അവസ്ഥയുണ്ടായപ്പോൾ ദൈവത്തോട് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എപ്പോൾ എവിടെയൊക്കെ മരുഭൂമിയുടെ അവസ്ഥ ഉണ്ടാകുന്നുവോ അവിടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവൻ ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പോൾ അവിടെ യഹോവയായ ദൈവം ഇസ്മായേലിനെയും ആ മരുഭൂമിയിൽ വളർത്തി അവനെ വലിയവനാക്കി മാറ്റുന്നതും അവനിലൂടെ ഇന്നൊരു വലിയ ജനത ഇന്ന് ഈ ഭൂമിയിൽ ഉളവായിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം അബ്രഹാമും അബീമേലെക്കുമായി ചെയ്യുന്ന ചില ഉടമ്പടികളാണ്. നമുക്കറിയാം ഇത് മരുഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് കിണറുകളാണ്. കാരണം ആടുമാടുകളെയൊക്കെ വെള്ളം കൊടുക്കണം, അവയെ പരിപാലിക്കണം. അപ്പം ആ കിണറൊക്കെയും അത് ആ അബീമേലേക്ക് രാജാവും, എവിടെയാണ് അബീമേലേക്കാണല്ലോ അടുത്തായിരുന്നു ആദ്യം ഇത് സാറയ്ക്ക് പോകേണ്ടി വന്നതും ദൈവം അബീമേലേക്കിനോട് ഇടപെട്ടതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ അബീമേലേക്കും അബ്രഹാമുമായി ഒരു ഉടമ്പടി ചെയ്യുന്നതും ആ ഇത് കിണറുമായിട്ടുള്ള ആ ഉടമ്പടി ആ സ്ഥലത്തിന് ബേർശേബ എന്ന് പേര് വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ബേർശേബ എന്ന വാക്കിന് പ്രതിജ്ഞയുടെ ഇത് കിണറെന്നോ 7 കിണറെന്നോ ഒക്കെ അർത്ഥം ഇത് പറയുന്നുണ്ട്. അങ്ങനെ 7 പെണ്ണാട്ടിൻ കുട്ടികളെ അബീമേലേക്ക് നൽകി ഒരു ഉടമ്പടി അബീമേലേക്കുമായി അബ്രഹാം ആ ഇത് കിണറുമായി ബന്ധപ്പെട്ട് അവിടെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്ന 33-ാം വാക്യം വരുമ്പോൾ കാണുന്നത് അബ്രഹാം ബേർഷേബയിൽ ഒരു ഫാനുക വൃക്ഷം നട്ടുപിടിപ്പിച്ച്, അഥവാ ഒരു പിചുല വൃക്ഷം നട്ടുപിടിപ്പിച്ച് അതിൻ്റെ കീഴിൽ യഹോവയായ ദൈവത്തെ അവൻ ആരാധന നടത്തി ആരാധിച്ചു നമ്മൾ കാണുന്നുണ്ട്. അന്ന് ആ ഫിലിസ്ത്യ ദേശത്ത് അന്നത്തെ അവരുടെ ജാതികളുടെയിൽ അവർ ആരാധിച്ചു വന്ന രീതിയായിരുന്നു വൃക്ഷമുണ്ടാക്കി വൃക്ഷച്ചുവട്ടിൽ അവരുടെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അബ്രഹാം അതേപോലെ തന്നെ ആ വൃക്ഷച്ചുവട്ടിൽ ആരാധന നടത്തി അത് ജാതികളുടെ ദൈവത്തെയല്ല
തന്നെ വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തെ അവിടെ ആരാധിക്കുകയാണ്. കാരണം ആ മോഡ് ഓഫ് വർഷിപ്പ് അതുപോലെ തന്നെ ചെയ്ത് കാണാം. അവിടെയും ആ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ദൈവത്തെ അബ്രഹാം അവിടെ ആരാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഏദനെന്ന് പറയുന്നതായ ആ സ്ഥലത്ത് എത്തിയപ്പോൾ അജ്ഞാത ദേവനെന്ന് പറഞ്ഞ ഒരു ബലികല്ലിൽ അന്നത്തെ ആളുകൾ ആരാധിക്കുന്നു കണ്ടപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു, ആ അജ്ഞാത ദേവൻ ആരാന്ന് ചോദിച്ചാൽ അത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം, ആ ക്രിസ്തുവിനെ നിങ്ങൾ ആരാധിക്കണം. ആ മോഡ് ഓഫ് വർഷിപ്പ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. പക്ഷേ ആ ആരാധിക്കുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ഏത് സമൂഹത്തിൽ ജീവിച്ചാലും ആ സമൂഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ വസ്തുക്കളെയൊക്കെ നമ്മൾ സ്വീകരിക്കും. നമ്മുടേതായ അർത്ഥം കൊടുത്താണ് നമ്മളതിനെയൊക്കെ സഭയിൽ കാലവും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ആരാധനകളിലും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ മുത്തുക്കുടകളും ചെണ്ടമേളങ്ങളും അതൊക്കെ ഹൈന്ദവ ആചാരത്തിലുള്ളതാണ്. നമ്മളത് സ്വീകരിച്ച് നമ്മുടേതായ അർത്ഥം കൊടുത്തു. നമുക്കറിയാം മിന്നുകെട്ട് അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിലാണ് താലികെട്ടുള്ളത്. നമ്മളതിനെ മിന്നാക്കി. അപ്പം നമ്മൾ അതേപോലെ തന്നെ നമ്മുടേതായ അർത്ഥം കൊടുത്ത് നമ്മൾ അതിനെ സ്വീകരിക്കാറുണ്ട്. ആയതുപോലെ അബ്രഹാം ഇവിടെ ആ പിജുലവൃക്ഷത്തിൻ്റെ ചൂട്ടിൽ യഹോവയായ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതായ അവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ഇസഹാക്കിലൂടെയാണ് ഇനി വാഗ്ദത്ത സന്തതിയായി ഭൂമിയിൽ ആദ്യം ജനിച്ച അവനിലൂടെയാണ് ഇനി ഇസ്രായേൽ എന്ന് പറയുന്നതായ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ദൈവം രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതിൻ്റെ ആദ്യം ഇതായിട്ട് അബ്രഹാമിനെ വിളിച്ചു. അവനിലൂടെ അവൻ്റെ സന്തതി ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയാണ്. ആ വാഗ്ദത്ത സന്തതിയുടെ ജനനം നമ്മളിവിടെ കണ്ടു. അതുകൊണ്ട് ദൈവികമായ പദ്ധതിക്ക് അപ്പം നമുക്കറിയാം അബ്രഹാമിനെ വിളിച്ചു 75 വയസ്സിൽ വിളിച്ചു. ഇപ്പം 100 വയസ്സ്. ഇപ്പം ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ 100 വയസ്സായെന്നാണ് നമ്മൾ വായിക്കുന്നത്. 25 വർഷം അബ്രഹാം ദൈവികമായ നടത്തിപ്പിന് വേണ്ടി വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചില വിശ്വാസ ചാഞ്ചല്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികം. മാനുഷിക ബലഹീനത, സാഹചര്യ സമ്മർദ്ദങ്ങളൊക്കെ സംഭവിച്ചു. എന്നാലും അബ്രഹാം ആ ദൈവത്തെ അവൻ മുറുകെ പിടിച്ചു. 25 വർഷം കാത്തിരുന്ന ദൈവം അനുഗ്രഹിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും 25 വർഷം ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണോ? നമ്മളാരും തയ്യാറല്ല. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആ അനുഭവം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ നിരാശരാവുകയും ആ ദൈവത്തെ നമ്മൾ തള്ളിപ്പറയുകയും നമ്മൾ പിന്മാറുകയും ചെയ്യും. അതൊരിക്കലും വിശ്വാസമല്ല. വിളിച്ചവൻ വിശ്വസ്തനാണ്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. അത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ മാതൃകയായിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.